സുന്ദരമായ കാഴ്ചകൾ എല്ലാവരും കൈറ്റ്സൈ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, വെൽക്കം ടു കൈറ്റ്സൈ. നമ്മളുള്ളത് കീച്ചേരിയിലാണ്. അവിടെയുള്ള ഒരു ഡ്രോൺ വ്യൂ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ വ്യക്തമായി കാണിക്കുന്നത് ഈ റോഡിൻ്റെ ഡെവലപ്മെൻറ്റ് തന്നെയാണ്. NH-66 കടന്നു പോകുന്ന വഴിയിലെ പ്രവൃത്തികളും മറ്റു കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ മെയിൻലി ഇതിൻ്റെ സർവീസ് റോഡ് ആക്ച്വലി ഈ ഒരു ഭാഗത്ത് ക്ലിയർ അല്ല. ഒന്നാമത് ഈ ഒരു ഭാഗത്ത് ഡ്രെയിനേജ് ആക്കിയില്ല. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഈ മെയിൻ റോഡ്, അതായത് ഈ നമ്മൾ പ്രസൻറ്റുള്ള റോഡിൻ്റെ ഇരുവശത്തും ഇരു സൈഡും ഉയർത്തുന്നു. ഇപ്പോൾ കുറച്ച് ഇങ്ങോട്ട് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് ഡ്രെയിനേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഡ്രെയിനേജ് ഉണ്ടാക്കിയിരിക്കാം, ഈ ആ ലെവലിൽ ഡ്രെയിനേജ് ഉണ്ടാക്കിയിരിക്കാം. പിന്നെ മണ്ണിട്ട് മൂടിയതായിരിക്കാം. പിന്നെ അതല്ലെങ്കിൽ മഴ പെയ്ത് ചളിയായി കാണാതായതായിരിക്കാം. ഓക്കെ, ഇങ്ങനെ ആയിരിക്കാം. ഒരു പക്ഷേ മണ്ണ് ചളിയായതുകൊണ്ട് തലേ ദിവസം മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് ചളിയായതായിരിക്കാം, അതുകൊണ്ട് കാണാതിരിക്കാം. അപ്പോൾ അതാണ് കണ്ണൂർ റോഡിലെ വിശേഷങ്ങൾ. നല്ല എന്താണ് കാഴ്ച, നല്ല ഗ്രീനറി ഉണ്ട് നമ്മുടെ നാട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രദേശത്തിലെ കാഴ്ചകൾ. അപ്പോൾ നമുക്കൊന്ന് ടേൺ ചെയ്ത് തിരിഞ്ഞു നോക്കിയാലോ. അപ്പോൾ നമുക്കൊന്ന് തളിപ്പറമ്പ് ഭാഗത്ത് സൈഡിലെ കാഴ്ചകളൊന്നും നമുക്ക് കാണാം. അപ്പോൾ തളിപ്പറമ്പ് ഭാഗത്ത് പോകുമ്പോൾ അവിടെയാണ് ഈ ജംഗ്ഷൻ വരുന്നത്. ആ കാണുന്ന ഒരു വളവ് സംഭവമില്ല, അവിടെയാണ് മെയിനായിട്ടുള്ള ജംഗ്ഷൻ വരുന്നത്. ഡ്രെയിനേജ് റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡിലും എന്താണ് നമ്മുടെ പിന്നെ സർവീസ് റോഡും മണ്ണിൽ റെഡി ആയിട്ടുണ്ട്. മറ്റുള്ള കോൺക്രീറ്റ് ഒന്നും ടാറിംഗ് ഒന്നും ചെയ്തില്ല, അതൊരു പെൻഡിങ് ആണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു കുറച്ച് മുമ്പോട്ട് നമ്മൾ പോകുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നേരെ റോഡ് അങ്ങ് പോകുന്നതാണ്. കീച്ചേരി കല്യാശ്ശേരിയിലേക്ക് പോകുന്ന റോഡാണ് നമ്മൾ കാണുന്നത്. ഇനി എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഡ്രില്ലിങ്ങും മറ്റും കാര്യങ്ങളൊക്കെ ആ ജംഗ്ഷനിൽ നടക്കുന്നത്. അതെന്ത് നടക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട്. അപ്പോൾ ഈ റോഡ് ഇങ്ങനെ ആയിരിക്കില്ല, കുറേ പൊന്തിയിട്ടിരിക്കുമ്പോൾ ഉയരത്തിലേക്ക് പോകുന്ന റോഡായിരിക്കും ഇവിടെ ഉണ്ടാകുക. കാരണം രണ്ട് സൈഡിലേക്കും ഒരു ഓപ്പണിങ് വേണം. പിന്നെ അതുമാത്രമല്ല രണ്ട് സൈഡിലുള്ള സർവീസ് റോഡുമായിട്ട് ടച്ച് കണക്ഷൻ വേണം ഈ ഒരു സെൻട്രൽ. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു 4 റോഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ജംഗ്ഷൻ കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അപ്പുറത്ത് രണ്ട് സൈഡിലുള്ള ആൾക്കാർക്കും കണക്ഷൻ കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ 1-2 പില്ലറേ ആയില്ല, ഒരു 2-3 പില്ലറും കൂടി ആകേണ്ട പണിയിലാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു. അതൊക്കെയാണ് ഈ ഒരു കീച്ചേരിയിലെ സവിശേഷതകൾ. ഇനി എന്താണ് കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമായില്ല ഈ ഒരു ഏരിയയിലെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ. പിന്നെയുള്ളതെന്ന് വെച്ചാൽ മണ്ണ് ഒന്ന് നിരത്തി ഒന്ന് ഉറപ്പിക്കുക എന്നതിന് മാത്രമാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ജില്ലയിട്ട് ടാർ ചെയ്യുന്ന പ്രവൃത്തികളും. അതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഈ കീച്ചേരി ഭാഗം എന്ന് പറഞ്ഞിട്ട് പോകാം. ഇങ്ങനെ നല്ല സോഫ്റ്റ് ഡ്രൈവിങ്ങിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു റോഡിൻ്റെ വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ പല വിശേഷങ്ങളുമായി നമ്മൾ വരുന്നു, പല ലൊക്കേഷനുകളിൽ, കോംപ്ലിക്കേറ്റഡ് ഏരിയകളിൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വെയിറ്റ് ചെയ്യുക. വെൽക്കം വിത്ത് യു ആൻഡ് എനി ഡൗട്ട്സ് പ്ലീസ് മെൻഷൻ. അപ്പോൾ അങ്ങനെയാണ് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ഭാഗത്തുള്ള ബസ്സെല്ലാം പോകുന്ന ഒരു മെയിൻ റോഡാണിത്. അപ്പോൾ all the best. Thank you for watching this.